അൽഹംദുലില്ലാ. അങ്ങനെ എല്ലാവരും സൗർ മലയിലെത്തി. അൽഹംദുലില്ലാ. ഇവിടെ വന്നാലുള്ള ഒരു പ്രത്യേകത, ഇവിടുന്ന് ആർക്കും ഇറങ്ങാൻ തോന്നൂല. ഇവിടെയുള്ള ഗുഹകളിലൊക്കെ കയറി ഖസീദത്തുൽ ബുർദയിലെ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ വരികളൊക്കെ ചൊല്ലി നാട്ടിൽ നിന്നും മറ്റും കൊണ്ടുവന്ന ചീരണികളൊക്കെ വിതരണം ചെയ്ത് അൽഹംദുലില്ലാ ഇനി കുടുംബസമേതം ഇനി ഇവിടെ എത്തണം എന്ന നിലയ്ക്ക് ഇവിടുന്ന് മടങ്ങുകയാണ്. സൗർ ഗുഹയുടെ മുകളിലും യഥേഷ്ടം കാണുന്ന ജീവി പ്രാവാണ്. പ്രാവിന് ഐശ്വര്യം ലഭിക്കാൻ 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് മാസങ്ങളോളം വിശ്വാസികൾ കപ്പലിലാണ് രക്ഷപ്പെട്ടത്. ആ സമയത്ത് മാസങ്ങളോളം കഴിഞ്ഞപ്പോൾ കപ്പലിലുള്ള ഓരോ ജീവികളെ കര കാണുന്നുണ്ടോ, വെള്ളം വറ്റിത്തുടങ്ങുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് പറഞ്ഞു വിട്ടു. ആദ്യം വിട്ട ജീവി കാക്കച്ചിയാണ്, ഒറാബ്. കാക്ക പാറിപ്പോയി. അതിനിടയിൽ ചത്ത ജീവികളുടെ ശവം കണ്ടപ്പോൾ ആർത്തി തോള്ള ആ ജീവി പ്രവാചകരുടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം മറന്ന് അവർ ചത്ത ജീവികളുടെ ശവങ്ങളെ കൊത്തിവലിക്കാൻ തുടങ്ങി. കാണാതെ വന്നപ്പോൾ രണ്ടാമത് പറഞ്ഞു വിട്ട ജീവിയാണ് പ്രാവ്. പ്രാവ് പാറിപ്പോയി ജൂതി പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്ത് കാൽപാദം ചവിട്ടി ചളി പുരണ്ട കാലുമായി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അരികിൽ വന്നു. അതോടെ പ്രാവ് ഐശ്വര്യമുള്ള ജീവിയാകാനുള്ള ഒരു കാരണം അതാണ്. മറ്റൊന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ കൊലപ്പെടുത്താൻ വേണ്ടി ഈ മലമുകളിലും എത്തിയപ്പോൾ എല്ലാം പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൗർ ഗുഹൻ്റെ അരികിലും എത്തുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ചിലന്തി വല നെയ്യുകയും ഒരു മാടപ്രാവ് വന്ന് മുട്ടയിടുകയും ചെയ്തു. ലന്നുൽ ഹമാമ വലന്നുൽ അൻകബൂത അലാ ഖൈരിൽ ബരിയതി ലം തൻസുജു വലം തഹൂമി. മാഷാ അല്ലാഹ്. അതാണ് പ്രാവിന് ഐശ്വര്യം ലഭിക്കാനുള്ള മറ്റൊരു കാരണം പറയുന്നത്. അൽഹംദുലില്ലാ. സൗർ മലയുടെ മുകളിലെത്തിയാൽ ക്ലോക്ക് ടവർ കാണുകയാണ്. ക്ലോക്ക് ടവർ അതിൻ്റെ തൊട്ടന്നെയാണല്ലോ കാബ ഉള്ളത്. മാഷാ അല്ലാഹ്. വല്ലാത്ത ഒരു സന്തോഷമുള്ള രസകരമായ ഒരു കാഴ്ചയാണ്. മക്കയെ മുഴുവൻ കാണുന്ന രൂപത്തിൽ, ഒരു ഭാഗം മിനയിലെ ടെൻറ്റുകൾ വരെ കാണാൻ പറ്റുന്ന രൂപത്തിൽ ഉയരത്തിലുള്ള മലയാണ് സൗർ മല. ഇവിടെയുള്ള ഗുഹയാണ് സൗർ ഗുഹ. ഇൻഷാ അല്ലാഹ് ചീരിനിയൊക്കെ വിതരണം ചെയ്ത് മടങ്ങാൻ ആഗ്രഹമില്ലെങ്കിലും മടങ്ങിയല്ലേ പറ്റൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭയം കൊടുത്ത മല, ആ ഗുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല 70ഓളം പ്രവാചകന്മാർക്ക് അഭയം കൊടുത്ത ഗുഹയാണ്. ഇന്നി ആവൈതു സബഈന നബിയ്യ, 70 പ്രവാചകന്മാർക്ക് അഭയം കൊടുത്ത ഗുഹയാണ് ഞാൻ. അതുകൊണ്ട് ഉദിനുമിന്നി, എന്നിലേക്ക് വരൂ എന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാടി വിളിച്ചു. അതാണ് സൗർ ഗുഹ. അപ്പോൾ 70ഓളം വരുന്ന പ്രവാചകന്മാർ അവർ നേരിട്ട ശത്രുക്കളുടെ മർദ്ദനങ്ങൾ, പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഗുഹയാണ് സൗർ ഗുഹ. അങ്ങനെ മലകളും കല്ലുകളും ഒക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കലും അഭയം കൊടുക്കലുമുണ്ടല്ലോ. വറാവദത്തുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി. മാഷാ അല്ലാഹ്. അതിന് ചീരിഞ്ഞു കൊടുത്തുകൊടുക്കുക. പല രാജ്യക്കാരും വന്ന് ഇവിടുന്ന് മൗലിദ് ഓതുന്നു, ഉറുദുവിലുള്ള നഅത്ത് ശരീഫ് ആലപിക്കുന്നു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഏതായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. കാണികൾക്ക് എല്ലാവർക്കും ഇവിടെ എത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്.